ഫ്രാൻസിലെ ലൂർദിൽ നിന്ന് ഫ്രാൻസിനെ തന്നെ വേറൊരു പട്ടണം ലക്ഷ്യമാക്കിയുള്ള യാത്ര. ലൂർദ് പാരീസ് ട്രെയിൻ യാത്രയിലാണ് കടന്നു പോവുക. ദീർഘനേരമുള്ള യാത്രയായതിനാൽ പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ സമയം കളയുവാൻ ശ്രമിച്ചു. വായനയുണ്ടായി, കളികളുണ്ടായി, പാട്ടുപാടി നോക്കി, കൂട്ടായ്മയിൽ പലതും ചെയ്തു നോക്കി. പക്ഷെ എവിടെയോ മനസ്സിൽ ഒരു വിങ്ങല് ബാധിച്ചതുപോലെ, ഉള്ളിൻ്റെ ഉള്ളില് എവിടെയൊരു ശൂന്യത ബാധിച്ചതുപോലെ, എന്റെ ഉള്ളം അകം എവിടെയോ കൊളുത്തി വലിക്കുന്നത് പോലുള്ള ഒരു വേദന കടന്നു വരുന്നു. പ്രായമേറുന്നു, സമയം കടന്നു പോകുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, എന്തിനാണ് ഈ യാത്ര? ഈ ട്രെയിനിലൂടെ കടന്നു പോകുമ്പോൾ വിശാലമായ പാടങ്ങളും പച്ചപ്പേറിയ വലിയ ഭൂമികളും അതോടൊപ്പം പല സിറ്റികളും കവർ ചെയ്ത് ട്രെയിൻ മുന്നോട്ട് പോകുകയാണ്. പല സ്ഥലങ്ങളിൽ വെച്ച് പലര് കയറുന്നു, പലർ ഇറങ്ങുന്നു. എല്ലാവരുടെയും മുഖത്ത് തിരക്കേറിയ ഒരു ഭാവം. എങ്ങോട്ടാണ് യാത്രയെന്ന് പലരുടെയും മുഖത്തുനിന്ന് വായിച്ചറിയാൻ പോലും പറ്റുന്നില്ല. ഏതോ ഒരു ശൂന്യത എല്ലാവരുടെയും മുഖത്ത് ഇവിടെ കാണാനാവുന്നു. കടന്നുപോയ കുറെ കുട്ടികളോട് സംസാരിക്കാൻ ഇടവന്നു. വിശ്വാസം എന്തെന്നോ, ദൈവം എന്തെന്നോ, ജീവിതം എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ പല കുട്ടികൾക്കും അറിയില്ല. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും കൺഫ്യൂഷനിലാണ്. പകുതി വിശ്വാസം, പകുതി സത്യം, പകുതി തെറ്റാണ് എന്നൊക്കെയുള്ളൊരു തോന്നലിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ അടുത്തേക്ക് ഈ വചനം കടന്നു വരുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ഒരു യാത്രയെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുക. എന്തിനാണ് ഈ നമ്മുടെ ജീവിതം? എവിടെയാണ് ഈ നമ്മുടെ ജീവിതം? ബൈബിള് തുടങ്ങിയാല് ബൈബിളിന് തുടങ്ങുന്ന ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തിയാണ്. പക്ഷെ രണ്ടാമത്തെ പുസ്തകം മുന്നോട്ട് പോകുക പുറപ്പാടാണ്. ഒരു പ്രവാസം എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. ഒരു യാത്ര എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ, ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന ദിവസം തൊട്ട് 9 മാസവും 9 ദിവസവും 9 വിനാഴികയും കടന്നു പോകുമ്പോൾ ആ കുഞ്ഞൊരു യാത്രയിലൂടെയാണ് കടന്നു പോവുക. പിന്നീട് ആ കുഞ്ഞ് ഈ ലോകത്ത് ജനിച്ച് അവന്റെ അവസാന ശ്വാസം വരെ ഈ ലോകത്തുനിന്ന് കടന്നു പോകുമ്പോൾ വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പാടി തന്റെ ശരീരം ഈ ലോകത്തിന്റെ ഏതോ കോണിൽ 6 അടി മണ്ണിലേക്ക് അവശേഷിക്കുമ്പോൾ അവന്റെ ജീവിതം അവിടം വരെയും യാത്രയാണ്. ബൈബിൾ എടുത്താൽ ബൈബിളിലെ എല്ലാ വ്യക്തിത്വങ്ങളും യാത്രയിലൂടെയാണ് കടന്നു പോയത്. മോശെ എടുക്കാം, മോശയുടെ ജീവിതം യാത്രയായിരുന്നു. ഒരു വലിയ യാത്രയിലൂടെ ഒരു കൊട്ടാരത്തിൽ ജനിച്ചവൻ വീണ്ടും മരുഭൂമിയിലെത്തി അവിടെ നിന്നുകൊണ്ട് തന്റെ ജനത്തെ 40 വർഷം യാത്രയിലൂടെ നടത്തി. ജോഷുവ ആ യാത്രയെ പിന്തുടർന്ന് ആ യാത്രയെ വേറൊരു രാജ്യത്തെത്തിക്കുവാൻ ജോഷുവ ശ്രമിക്കുകയുണ്ടായി. അബ്രഹാം പുറപ്പാട് 12 കാണുവാൻ പറ്റും, നീ നിൽക്കുന്ന ദേശത്തെയും ചാർച്ചക്കാരെയും ബന്ധുക്കളെയും വിട്ട് യാത്ര പുറപ്പെടാൻ അബ്രഹാത്തോട് പറയുക. ബൈബിളിലെ ഓരോ വ്യക്തിത്വങ്ങളും, യാക്കോബ് ആകട്ടെ, ബൈബിളിൽ കടന്നു വരുന്ന അബ്രഹാം ആകട്ടെ, മോശയാകട്ടെ, ജോഷു ആകട്ടെ, യാത്രയിലൂടെയാണ് കടന്നു പോകുന്നത്. പുതിയ നിയമം കടന്നു വരുമ്പോൾ പൗലോസ്ലീഗയുടെ ജീവിതം മുഴുവൻ യാത്രയായിരുന്നു. 12 ശിഷ്യന്മാരുടെ ജീവിതം മുഴുവൻ യാത്രയായിരുന്നു. നിൽക്കുന്ന സ്ഥലവും ജനിച്ച സ്ഥലവും കിട്ടിയ അനുഗ്രഹങ്ങളും ഒക്കെ വിട്ടുമാറി ഓരോ ജനവും ഓരോ സ്ഥലം തേടി യാത്ര പുറപ്പെട്ടു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, നമ്മുടെ ജീവിതത്തിലും ഇതൊരു യാത്രയാണ്. കാരണം ഒരു കാര്യം ചിന്തിക്കുക, നമ്മളെ രക്ഷിക്കാനായി ഈ ലോകത്തേക്ക് ദൈവം കടന്നു വരുന്നുണ്ട്. പുറപ്പാടിലൂടെ കടന്നു പോകുന്ന അനുഭവത്തിലൂടെ ഓരോ വ്യക്തിയുടെ ജീവിതവും പല സാഹചര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. ചെങ്കടല്, ജെറീക്കോ മതിലുകള്, മന്ന പൊഴിക്കുന്ന സാഹചര്യങ്ങള്, ജീവിതത്തിന് നിർണായകമായ സാഹചര്യങ്ങളിലൂടെ ഓരോ വ്യക്തിത്വവും കടന്നുപോയി. ആഹാരമില്ലാത്ത സമയം വന്നു, വെള്ളമില്ലാത്ത സമയങ്ങൾ കടന്നു വന്നു. വലിയ മഹാമാരികളും വലിയ നാശങ്ങളും മരണവും അവരെ ബാധിച്ചു.
ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഈ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും. ചെങ്കടലും ജെറീക്കോയും ജീവിത സാഹചര്യങ്ങളിൽ നാശങ്ങളും മരണങ്ങളും പട്ടിണിയും ജോലിയില്ലാഴികയും നഷ്ടവും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരും. നമ്മൾ സ്നേഹിച്ച വ്യക്തികൾ, ഉറ്റവർ, ഉടയവർ, നമ്മുടെ ജീവിത പങ്കാളി തന്നെ, എന്തിനേറെ നമ്മൾക്ക് ജന്മം നൽകിയ നമ്മുടെ അമ്മ തന്നെ നമ്മളിന്ന് ഗുഡ് ബൈ പറഞ്ഞത് വരാം. എപ്പോഴും ഓർക്കുക, യാത്ര ഒരുമിച്ചാണെങ്കിലും എല്ലാ വ്യക്തികളും ഒരൊറ്റപ്പെടലിന്റെ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോവുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നമ്മുടെ ജീവിതത്തിൽ എന്താണ് യാത്ര? എങ്ങോട്ടാണ് യാത്ര? എവിടെയാണ് മുന്നോട്ട് പോവുക? ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിക്കുക. ആർ യു റിയലി ഹാപ്പി? നിങ്ങൾ സന്തോഷത്തിലാണോ? അതോ നിങ്ങൾ ഉള്ളിലൂടെ ഒരു നൊമ്പരത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നോഹ തന്റെ പെട്ടകം പണിത് യാത്രയിലൂടെയാണ് ലോകത്തെ മുഴുവൻ നേടിയെടുത്തത്. അബ്രഹാമിനെ അബ്രഹാമാക്കി മാറ്റി ദൈവം അനുഗ്രഹിച്ചത് യാത്രയിലൂടെയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഹൊസൈ എന്ന പേരുള്ള വ്യക്തിത്വത്തെ ജോഷുവാക്കി മാറ്റിയത് യാത്രയിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊരു മാറ്റം ഒരു യാത്രയിലൂടെ ദൈവം അവകാശപ്പെടുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണ്? അത് യേശു ആണെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുക. ഫിലിപ്പിയുടെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം ക്രിസ്തുവിന്റെ മനോഭാവം നമ്മൾക്കുണ്ടാകുവാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് താഴേക്ക് വായിച്ചു വരുമ്പോൾ ഫിലിപ്പിയുടെ പുസ്തകം 2-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ, അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു മഹനീയ കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യമാക്കി ദാസന്റെ രൂപം ധരിച്ച് നമ്മളിൽ ഒരുവനായി നമ്മളിലേക്ക് കടന്നു വന്നു. ആകൃതിയിൽ അവൻ മനുഷ്യനെ പോലെ, അതും മരണമുള്ള മനുഷ്യനെ പോലെ അവൻ കാണപ്പെട്ടു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടിയെന്ന് വെളിപാട് 21 വ്യക്തമാക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതവും ഒരു യാത്രയിലായിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൽ പിറന്ന് കുരിശോളം എത്തുന്നിടം വരെയും യാത്രയായിരുന്നു. അവന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ യാത്രയിൽ ഒരു നാളും ഒരിക്കൽ പോലും അവൻ അവനായി യാത്ര ചെയ്തില്ല. അവന്റെ യാത്ര മുഴുവന് ഈ ലോകത്തിൽ യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടു. കൊളോസസിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം ബൈബിള് വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ഭൂമിയിലുള്ള കാര്യങ്ങളല്ല അന്വേഷിക്കേണ്ടത്, ഉന്നതത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുവാൻ ബൈബിൾ വ്യക്തമാക്കുകയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, എപ്പോഴെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ജീവിതം, ആ യാത്ര ഒരു ദിവസം അന്ത്യമാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അന്ത്യമാകുന്ന ജീവിതം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ എത്തുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിൽ എത്തുന്നില്ല എങ്കിൽ എന്തായിരിക്കും ജീവിതത്തിന്റെ അവസ്ഥ? ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു മനുഷ്യൻ അവന്റെ യാത്ര തീരുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ കണ്ടാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടു. അതോ അവൻ ക്രിസ്തുവിനെ കണ്ടതിന് ശേഷമാണ് അവന്റെ യാത്ര തീരുന്നതെങ്കിൽ അത് അനുഗ്രഹം എന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷെ ഓർക്കുക, അവന്റെ ജീവിതത്തില് മരണം കണ്ടതിന് ശേഷമാണ് ക്രിസ്തുവിനെ കാണുവാൻ അവസരമുണ്ടാകുന്നെങ്കിൽ അവന്റെ ജീവിതം ഏറ്റവും വലിയ നഷ്ടമായി മാറും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നമുക്കിതിനപ്പുറം ഒരു ദേശമുണ്ട്. വി ആർ ഓൾസോ ട്രാവലിംഗ്. നമ്മളൊരു യാത്രയിലാണ്. വേറൊരു ദേശം തേടി നമ്മൾ യാത്രയിലാണ്. ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശം തേടി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പോയതുപോലെ നമ്മളും ഈ ഭൂമി വിട്ട് ഒരു കാനാൻ ദേശം തേടി യാത്ര പുറപ്പെടേണ്ടി വരും. തേനും പാലും ഒഴുകുന്ന ഒരു ദേശം നമ്മളെ കാത്തു നിൽക്കും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു കാര്യം ചിന്തിക്കുക. 40 വർഷക്കാലത്തിന്റെ പ്രവാസ കാലഘട്ടത്തില് മോശയോടൊപ്പം ഇറങ്ങിയ പുരുഷന്മാരിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, അന്ന് ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയവരിൽ 2 പേരാണ് മോശ ഉൾപ്പെടെയുള്ള ജനത്തിന്റെ നടുവിൽ നിന്ന് ദൈവം കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ കാരണമായത്. കാലബും ജോഷുവായും. മറ്റാരും തന്നെ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയവരിൽ ഒരാൾ പോലും അവിടെ പ്രവേശിക്കുവാൻ അവസരമുണ്ടായില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു കാര്യം ചിന്തിക്കുക. നിന്റെ ജീവിതത്തിലും നീ ഇറങ്ങുന്ന ദേശം വിട്ട് നീ കടന്നു പോകുമ്പോൾ നീ എത്തേണ്ട ദേശത്ത് നിനക്ക് എത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ടി വരും. പോകുന്ന വഴി പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചെങ്കടൽ നിന്നെ ബാധിക്കാം, ജെറിക്കോ നിന്നെ ബാധിക്കാം, ചില പ്രയാസങ്ങൾ നിന്നെ ബാധിക്കാം.
ക്യാൻസറും ട്യൂമറുകളും, ജീവിതത്തിൽ ദാരിദ്ര്യങ്ങളും മരണവും വലിയ വലിയ രോഗങ്ങളും മഹാമാരികളും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, എവിടെയാണ് നിന്റെ കണ്ണുകള്? എവിടെയാണ് നിന്റെ ഹൃദയം? എങ്ങോട്ടാണ് നിന്റെ യാത്ര? ഒരിക്കലെങ്കിലും അതിനൊരു ഉത്തരം കൊടുക്കുവാൻ നീ ശ്രമിക്കുന്നില്ല എങ്കിൽ നിന്റെ യാത്ര എവിടെയോ ഉടക്കിത്തീരുമെന്നുള്ളത് ഉറപ്പാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഒഴുകുന്ന വെള്ളത്തിന് മുകളിലുള്ള വെറും ഇലകൾ പോലെയാകരുത് നമ്മുടെ ജീവിതം. വെള്ളം പോകുന്ന വഴികളിൽ ഉടനീളം ഈ യാത്രകൾ കടന്നു പോകുമ്പോൾ ഈ ഇല ഒഴുകുന്നത് പോലെ ഒഴുകിത്തീരരുത് നമ്മുടെ ജീവിതം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു കാര്യം എപ്പോഴും ഓർക്കുക. നോഹയുടെ പെട്ടകത്തില് യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ നോഹ തന്റെ യാത്ര തീർന്നോ എന്നറിയുവാൻ 2 സാഹചര്യങ്ങളെ ഉപയോഗിച്ചതായി ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. 2 പക്ഷികളെയാണ് നോഹ അതിനുവേണ്ടി ഉപയോഗിച്ചത്. ആദ്യം നോഹ ഒരു മലങ്കാക്കെ പുറത്തേക്ക് അയച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, പുറത്തേക്ക് പോയ മലങ്കാക്ക തിരികെ വരാതെ അത് ഈ ലോകത്ത് വെള്ളത്തിന് മുകളിൽ പറന്നു നടന്നതായി ബൈബിള് വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് നോഹ അയച്ചത് ഒരു പ്രാവിനെയാണ്. പ്രാവ് തിരികെ വന്നതായി ബൈബിള് വ്യക്തമാക്കുന്നു. പ്രാവിനെ തിരികെ എടുത്ത് ആ ജനലിലൂടെ തിരികെ എടുത്ത് നോഹ അതിനെ കാത്തു പരിപാലിച്ചു. വീണ്ടും വെള്ളം താഴ്ന്നു എന്നറിയുവാൻ മലങ്കാക്കി അയക്കുന്നതായി ബൈബിള് വ്യക്തമാക്കുന്നില്ല. അയക്കുന്നത് പിന്നീട് ഒരു പ്രാവിനെയാണ്. പറന്നു പോകുന്ന പ്രാവ് ചുണ്ടിൽ ഒലിവലയുമായി തിരികെ പെട്ടകത്തിലെത്തുന്നുണ്ട്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നിന്റെ ജീവിതം എങ്ങോട്ടാണ്? നീ മലങ്കാക്കയാണോ അതോ ഒരു പ്രാവാണോ? നിന്റെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടി വരും. പറന്നു നടക്കുന്ന മലങ്കാക്ക ലോകത്തിലെത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. അവന്റെ ആഹാരമായ ശവത്തെയും വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ശവങ്ങളെയും കണ്ട് നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പറന്നകന്ന മലങ്കാക്ക ഈ ലോകത്തിന്റെ മനോഹാരിതയിൽ മതിമയങ്ങി. പക്ഷേ പുറകെ പറന്ന പ്രാവ് ഒരു കാര്യം മനസ്സിലാക്കി. ബൈബിൾ ഇങ്ങനെ പറയുന്നു, എനിക്കിവിടെ കാലുകുത്തുവാൻ എനിക്ക് സാധ്യതയില്ല, കാലുകുത്താൻ ഒരു പ്ലേസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പെട്ടകത്തിലേക്ക് തിരികെ പോരുമെന്ന്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നിനക്കായി ദൈവം ഒരു പെട്ടകം ഒരുക്കിയിട്ടുണ്ട്. ഒരുക്കിയ പെട്ടകം ദൂരെ ദൈവം കാത്തുവെച്ചിരിക്കുന്നു. തേനും പാലും ഒഴുകുന്ന ദേശം പോലെ, സകലരുടെയും കണ്ണുനീരിൽ നിന്ന് കണ്ണുനീർ ഒപ്പുന്ന ദേശം പോലെ ദൈവം നിനക്കായി ഒരുക്കി വെച്ച ദേശത്ത് നീ എത്തുവാൻ നിനക്ക് സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കേണ്ടി വരും. നിന്റെ യാത്ര ഇനി എത്ര കാലം മുന്നോട്ടുണ്ടാകും? കാതങ്ങൾ എത്രയോ എനിക്ക് ഓടുവാനുണ്ട്, മൈലുകൾ എത്രയോ എനിക്ക് സഞ്ചരിക്കുവാനുണ്ട്. അങ്ങനൊന്നും ചിന്തിക്കണമെന്ന് നിർബന്ധമില്ല. അല്ലയോ മൂട, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ എടുക്കുമെങ്കിൽ നീ എങ്ങോട്ടാകും നിന്റെ യാത്ര? ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ദൂരെ ഒരു രാജ്യത്താകാൻ നീ ഇരിക്കുക. ഈ വചനം നീ കേൾക്കുന്നത് ദൂരെ ഏതോ ഒരു ഉൾപ്രദേശത്തായിരിക്കാം. ചിലപ്പോൾ ആരോരുമില്ലാതെ ഇരുട്ടടഞ്ഞ ഒരു റൂമിലായിരിക്കാം നീ ഇരിക്കുക. ചിലപ്പോൾ നീ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാകാം. നിന്നെ സ്നേഹിക്കുവാനോ നിന്നെ കരുതുവാനോ നിന്റെ ജീവിതത്തിൽ ജീവിത പങ്കാളി പോലും നിന്നെ ഉപേക്ഷിച്ചതോ അല്ലെ നിന്റെ ജീവിതത്തിൽ ജീവിത പങ്കാളി കടന്നു വരാത്തതോ ആയ സാഹചര്യമാകാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, നീ എത്ര ഒറ്റപ്പെട്ടാലും നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഇനിയുള്ള സമയം, ഇനിയുള്ള കാലം വളരെ നിർണായകമാണ്. ക്രിസ്തുവിന്റെ കുരിശുമരണം നടക്കുന്ന സമയം. വലതുവശത്തെ കള്ളൻ യാത്രയുടെ അവസാന നിമിഷമാണെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം പറഞ്ഞു, ദൈവമേ, നീ ഇന്ന് പർദീസയിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്ന്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, അവൻ ചോദിച്ചത് ഒരു ഓർമ്മ മാത്രമാണ്. പക്ഷെ ദൈവം കൊടുത്തതോ, അവനോട് പറഞ്ഞു, നീ നിന്റെ കൂടെ പർദീസയിലായിരിക്കും എന്ന് വളരെ വ്യക്തമായി ബോധത്തോടുകൂടി അവൻ നല്ല കള്ളനെ നയിച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ സെക്കൻഡില് ഒരു ചോദ്യം ദൈവത്തോട് ചോദിക്കുക. ദൈവത്തോട് ഒരു ചാൻസ് ചോദിക്കുക. അല്ലയോ യേശുവേ, എന്നെ നിന്റെ രാജ്യത്തേക്ക് ചേർക്കുമോ? ഒരു കാര്യം ഓർത്തുകൊള്ളുക, യോഹന്നാൻ 17:3, ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നിങ്ങൾക്കറിയാമല്ലോ, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം നല്ല സമരക്കാരന്റെ ഉപമ. നിലത്ത് വീണ് കിടക്കുന്ന യാത്രക്കാരനെ വീഞ്ഞും എണ്ണയും പുരട്ടി ശുശ്രൂഷിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ നല്ല സമരക്കാരൻ അവനെ ഒരു സത്രത്തിലാക്കിയാണ് ചെയ്തത്. എന്നിട്ട് അവനോട് പറഞ്ഞു, സത്രക്കാരനോടാണ് പറഞ്ഞത്, ഞാൻ വീണ്ടും വരും, വരുന്ന സമയത്ത് ഈ ധനാറയ്ക്ക് മിച്ചമുള്ളതെല്ലാം ഞാൻ വീണ്ടും വരുമ്പോൾ കണക്ക് തീർക്കാമെന്ന്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ചെയ്തതിന് സകലതിനും കണക്ക് തീർക്കേണ്ട ഒരു അവസരം നമുക്കുണ്ട്.
ഒരു ദിവസം ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരും. അന്ന് നമ്മൾ കണ്ടതുപോലെ വെറും ഒരു വ്യക്തിത്വമാകില്ല ക്രിസ്തു. സകലത്തിന്റെ അധിപനായി ആകാശത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവായ ദൈവം മഹത്വത്തിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരും. നമ്മൾ ചെയ്ത സകല പ്രവൃത്തികൾക്കും സകല വ്യർത്ഥ ഭാഷണത്തിനും മുട്ടുകുത്തേണ്ടി വരും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഇന്നത്തെ ദിവസം ഒരു കാര്യം ചിന്തിക്കുക. നിന്റെ ജീവിതത്തിൽ ഏത് കാര്യമാണ് മാറ്റേണ്ടത്? ആരെയാണ് ചിന്തിക്കേണ്ടത്? ആരെയാണ് നേടിയെടുക്കേണ്ടത്? ഇനിയും അധിക സമയമുണ്ടെന്ന് നീ ചിന്തിക്കണമെന്ന് നിർബന്ധമില്ല. നീ ഒരു ചെറിയ കുഞ്ഞാകാം, വളരെ പ്രായമുള്ള വ്യക്തിയാകാം, നീ ഒരു ചെറുപ്പക്കാരനാകാം. ഈ ലോകമോഹങ്ങളിൽ കറങ്ങാമെന്ന് വിചാരിക്കരുത്. ഇന്നത്തെ ദിവസം വളരെ വ്യക്തമായി ദൈവത്തിന്റെ അടുത്തേക്ക് നടന്നു വാ. ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു വാക്ക് ദൈവത്തോടൊന്ന് പറഞ്ഞാൽ മതി, ദൈവം നിന്നെ കൈപിടിക്കാൻ തയ്യാറാണ്. പിതാവേ, ഒരു പ്രാവശ്യമൊന്ന് പിതാവേ എന്നൊന്ന് വിളിക്കുക. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. നിങ്ങൾ കടന്നു പോകുന്ന മേഖലകളെ കർത്താവിനൊന്ന് വിട്ടുകൊടുക്കാം, പരിപൂർണമായി ഒന്ന് സമർപ്പിക്കാം. ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ നല്ല ദൈവമാണ്. നീയാണ് സ്വർഗം, നീയാണ് നിത്യജീവൻ. നിന്നെ അറിയാത്തതെല്ലാം പാഴ്വാക്കാണ് ദൈവമേ. നീക്ക് തൊടാത്തതെല്ലാം നഷ്ടമാണ് ദൈവമേ. കർത്താവേ, ചീഞ്ഞളിഞ്ഞ ലാസറിനെ പോലും നിന്റെ സംസാരത്താലും നിന്റെ വാക്കിനാലും നിന്റെ വചനത്താലും ഉയർത്തി. പിതാവേ, ഒരു പ്രാവശ്യം നിന്റെ വാക്ക്, അല്ലയോ ലാസറെ പുറത്തു വാ എന്ന് വാക്ക് നീ എന്നോട് പറയുമെങ്കിൽ ഞാനത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. ചീഞ്ഞളിഞ്ഞ ഈ മകനെ, ചീഞ്ഞളിഞ്ഞ ഈ മകളെ ദൈവമേ ഒന്ന് തൊടണമേ. ഒറ്റപ്പെട്ട് തളർവാദത്തില് ബെഡിലായിരിക്കുന്ന മകളാകാം, മകനാകാം. ക്യാൻസറിന്റെ, ട്യൂമറിന്റെ, രോഗത്തിന്റെ നടുവിലാകാം നീ ഏതെങ്കിലും തലത്തില് ആരുമില്ലാതെ ചീഞ്ഞളിഞ്ഞ് ഇരുട്ടാകുന്ന അന്ധകാരത്തിന്റെ നടുവിലാകാം നീ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ലോകത്തിന് പ്രകാശമായ യേശു നിന്റെ അടുത്തേക്ക് വരുവാൻ തയ്യാറാണ്. ഒരു പ്രാവശ്യം ഒന്ന് വിളിക്ക്. ദൈവം നിന്നെ തൊടാൻ ഇതാ കൈനീട്ടി നിൽക്കുകയാണ്. കൊടുക്കാൻ ദൈവം മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ഹൃദയമാണ്, ശരീരമാണ്. റോമ 12:1 നിന്റെ ശരീരത്തെ ദൈവത്തിന് സ്വീകാര്യമായ ഒരു നല്ല ബലിയായി സമർപ്പിക്കുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. സമർപ്പിക്കുവാൻ നിന്റെ കയ്യിൽ സ്വത്തോ സൗകര്യങ്ങളോ ദൈവം ചോദിക്കുന്നില്ല. ചോദ്യം നമ്പർ 1, നിന്റെ ജീവിതത്തിൽ നിന്നെ തന്നെ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറുണ്ടോ? ദൈവത്തിന് കൊടുക്കുമെങ്കിൽ നിന്റെ ജീവിതം ധന്യമായി മാറും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, എത്രയോ വിശുദ്ധന്മാര്, എത്രയോ വലിയ വലിയ വ്യക്തികള് തങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യത്തിൽ തങ്ങളുടെ ജീവിതം ഒരു പ്രാവശ്യം ദൈവത്തിനൊന്ന് സമർപ്പിച്ചു. അവരുടെ ജീവിതം മാറിമറിഞ്ഞു. വലിയ വലിയ വ്യക്തികളെ ദൈവത്തിന്റെ നടുവിൽ മാറിമറിഞ്ഞതായി വ്യക്തമാക്കുന്നുണ്ട്. ഒരു വലിയ സുവിശേഷ പ്രഘോഷകൻ, അദ്ദേഹം ഒരു ചെരുപ്പുകുത്തിയായിരുന്നു. എപ്പോഴും ഷൂ പോളിഷ് ചെയ്യുകയും ഷൂ ഷൈൻ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. ഒരു ദിവസം ഒരു വ്യക്തി ഷൂ പോളിഷ് ചെയ്യാൻ വേണ്ടി പേപ്പറിൽ പൊതിഞ്ഞ് ഈ വ്യക്തിയുടെ അരികിലെത്തിച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, അറിഞ്ഞോ അറിയാതെയോ കൊണ്ടുവന്ന പേപ്പറുകൾ തുറന്ന് ഷൂ പോളിഷ് ചെയ്തു. ആ വ്യക്തി കൊണ്ടുവന്ന വ്യക്തി അവിടെ വെച്ച് തന്നെ ഷൂവുമായി തിരികെ പോകേണ്ട സാഹചര്യം. ഏതായാലും പൊതിഞ്ഞു കൊണ്ടുവരുന്ന പേപ്പറുകൾ കിട്ടിയ പൈസയോടൊപ്പം എടുത്തു വെച്ച് ആ വ്യക്തി ഒന്നെടുത്ത് വായിച്ചു നോക്കി. മറ്റൊന്നും ആയിരുന്നില്ല, ഏതോ ബൈബിളിന്റെ കീറിയ ചില പേജുകൾ വെച്ചിട്ട് ആ വ്യക്തി ആ പേപ്പറുകൾ എടുത്തു വെച്ച് ഒന്ന് വായിച്ചു. അതിലെ ചെറിയ വാക്കുകൾ ആ വ്യക്തിയെ തൊട്ടു. യോഹന്നാൻ 3:16 തന്നിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകത്തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ബൈബിളിലെ ആ പേപ്പറിൽ, കീറിയ പേപ്പറിലെ ആ പേപ്പർ വചനങ്ങൾ എടുത്തു വെച്ച് ആ വ്യക്തി ഒന്ന് വായിച്ചു. എന്നിട്ട് അറിയാതെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നശിക്കാതിരിക്കാൻ ഈ ദൈവത്തെ വിളിക്കണമെങ്കിൽ ഞാനും നിന്നെ വിളിക്കുന്നുവെന്ന്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ലോകമറിയുന്ന സുവിശേഷ പ്രഘോഷനായി മാറ്റിമറിച്ചുകൊണ്ട് ആ വചന വ്യക്തിയെ മാറ്റിമറിച്ചു. ഞാനും നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ, ഈ യാത്ര അനുഗ്രഹപ്രദമായ വേറൊരു കമ്പാർട്ട്മെന്റിൽ എത്തണമെങ്കിൽ, നമ്മൾക്കായി ഒരുക്കി വെച്ച നോഹയുടെ പെട്ടകത്തിലേക്ക് കയറണമെങ്കിൽ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഒരു വഴിയേ ഉള്ളൂ. തിരികെ നിന്റെ ചുണ്ടിൽ സമാധാനത്തിന്റെ സുവിശേഷമാകുന്ന ഒലിവലയുമായി കുത്തിപ്പറക്കുവാൻ നമ്മുടെ മറ്റൊന്നുമില്ല. ദൈവസ്നേഹവും യേശുക്രിസ്തുവാകുന്ന വചനവും ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. മറ്റൊന്നുമല്ല, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇരുകരങ്ങളും നീട്ടി ഇതാ വഴിയരികിൽ കാത്തു നിൽക്കുന്നു. നീ അനാഥനാകാം, ഒറ്റപ്പെട്ടവനാകാം, കീറിപ്പറിഞ്ഞ തുണിയുമായി കടന്നു പോകുന്നവനാകാം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ കാത്ത്
അപ്പവും വീഞ്ഞുമായി കാത്തു നിന്നതുപോലെ ഇതാ നിങ്ങളെയും കാത്ത് യേശു ക്രിസ്തു കാത്തിരിക്കുന്നു. ഈ യാത്ര അനുഗ്രഹമാകണമെങ്കിൽ ഒരു വാക്ക്, ഒരേ ഒരു വാക്ക്, ഒരു ചാൻസ്, ഒരേ ഒരു ചാൻസ് നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. നസ്രാനായ യേശുവേ, എന്റെ ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു. എന്നെ ഒന്ന് ഓർക്കണമേ, എന്നെ ഒന്ന് സ്വീകരിക്കണമേ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശു എന്ന നാമം ഒരു പ്രാവശ്യം ഈ സമയം ഈ വചനം കേട്ടുകൊണ്ട് വലതു കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന് വിളിക്ക്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശു എന്ന ഒരേ ഒരു നാമത്തിൽ തന്നെ ഈ ഫ്രാൻസ് പാരീസ് യാത്ര നിങ്ങളുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹമാകട്ടെ. യേശു എന്ന നാമത്തിൽ തന്നെ. ആമേൻ.